أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن ولا تجسسوا ولا يغتب بعضكم بعضا صدق الله مولانا العليم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين إلهي لست للفردوس يغلى ولا أقضى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم تعالى محمد سيدنا مولانا محمد പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തആല പരിശുദ്ധമായ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു തആല മാഫു ചെയ്യുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെ ഇസ്സത്തോടെ ജീവിച്ച് മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ചൊല്ലി മരിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളുടെ ഖബറിടം അല്ലാഹു വിശാലമാക്കുമാറാവട്ടെ. അവരെയും നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാ മുഅ്മിനീങ്ങളെയും അല്ലാഹു അവൻ്റെ വിശാലമായ സ്വർഗീയ ലോകത്തൊരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ലൻ യസ്ലുഹ ആഖിറു ഹാദിഹിൽ ഉമ്മ ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ഈ ഉമ്മത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ രക്ഷപ്പെടുകയില്ല, നന്നാവുകയില്ല. ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ആദ്യകാലത്തുള്ള ഉമ്മത്ത് ഏതെല്ലാം കാര്യങ്ങളെ കൊണ്ടാണ് രക്ഷപ്പെട്ടത്, അതുകൊണ്ടാണ് ഈ സമൂഹത്തിലെ അവസാനത്തെ ആളുകളും രക്ഷപ്പെടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് മഹാനായ ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, നഹനു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാം കൊണ്ട് അല്ലാഹു തആല ഇസ്സത്താക്കിയ ജനതയാണ് നമ്മൾ, മുസ്ലിങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ അല്ലാത്ത ഒരു ഇസ്സത്ത് നമ്മൾ ആരെങ്കിലും തേടിയാൽ അല്ലാഹു തആല നമ്മളെ നിന്ദരും നിസ്സാരക്കാരുമാക്കി തീർക്കുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാം നമുക്ക് മുസ്ലിങ്ങളായി എന്നതിൽ വലിയ അഭിമാനം ഉള്ളവരാണ്, ഉണ്ടാകേണ്ടവരാണ്. ഈ ലോകം മുഴുക്കയും പഠിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നെഞ്ചിലേറ്റാനും അവിടുത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് ഉൾക്കൊള്ളാനും നമുക്ക് കഴിഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും മുസ്ലിങ്ങളാണ്, അൽഹംദുലില്ലാഹ്. പക്ഷേ ആ മുസ്ലിങ്ങളാകുമ്പോൾ തന്നെ ഓരോരുത്തരുടെയും ഈമാനിനെയും ഇസ്ലാമിനെയും വിലയിരുത്തുന്ന കുറേ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ക്വാളിറ്റിയുള്ള മുസൽമാന്റെ ജീവിതത്തിന് അച്ചടക്കവും മര്യാദയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹ്. ഒരാളൊരു പൂർണ്ണ മുസ്ലിമാണ് എന്നതിൻ്റെ, നല്ല മുസ്ലിമാണ് എന്നതിൻ്റെ അടയാളമാണ് തർക്കുഹു മാ ലാ യഅനീഹ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ
ഇടപെടാതിരിക്കുക. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നത് ഒരു നല്ല മുസൽമാന്റെ അച്ചടക്കമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമ്മുടെ കാര്യങ്ങൾ തന്നെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതെല്ലാം പാതി വഴിയിലിട്ട് അല്ലെങ്കിൽ അത് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താതെ നാലാളുകൾ കൂടി സംസാരിക്കുന്നിടത്തെല്ലാം തലയിട്ട് നമ്മളൊരു അഭിപ്രായം പറയണം എന്ന ഒരു ചിന്ത നമുക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല. അവിടെ എന്തൊക്കെ നടക്കട്ടെ. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നീ നിന്റെ ആയുസ്സിനെ കുറിച്ച് ഒരു ആയുസ് കച്ചവടക്കാരന്റെ അവസ്ഥയിലുള്ളവനായിരിക്കണം. ഐസ് കച്ചവടം ചെയ്യാൻ പോയ ഒരു വ്യക്തി അദ്ദേഹം ടൗണിലെത്തിയാൽ, കമ്പോളത്തിലെത്തിയാൽ തൻ്റെ ആയുസ് അവിടെ വെച്ചിട്ട് വേറെ ഏതെങ്കിലും വഴിക്ക് പോകുമോ? അവിടെ സർക്കസ് നടക്കുന്നുണ്ടാവും, അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കുമ്പോൾ ഐസ് ഇവിടെ വിൽക്കാൻ ഐസ് ഉണ്ടാവും, അത് എല്ലാം ഒരുങ്ങിപ്പോയിട്ടുണ്ടാവും. അതുപോലെ അവിടെ ഒരു വണ്ടി തട്ടിയതിന്റെ അടിയും പിടിയും ബഹളവും നടക്കുമ്പോൾ അതിലൊന്ന് മസ്ലഹത്താക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം അങ്ങോട്ട് പോയാൽ അദ്ദേഹത്തിന്റെ ഐസ് വിൽപ്പന നടത്താൻ ബാക്കിയുണ്ടാവുമോ? മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതുപോലെ നിന്റെ ആയുസിനെ കുറിച്ച് ഒരു ഐസ് കച്ചവടക്കാരന്റെ പേടിയും ജാഗ്രതയും നിനക്ക് വേണമെന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നു. അതുകൊണ്ട് കാണുന്നതിലെല്ലാം എനിക്കൊന്ന് അഭിപ്രായം പറയണം എന്ന ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിമായ മനുഷ്യന് ഭൂഷണമല്ല. ആവശ്യത്തിന് മാത്രം സംസാരിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅലി. ഒരു നല്ല മുസൽമാന്റെ അടയാളമാണ് പ്രിയപ്പെട്ടവരെ അനാവശ്യ കാര്യങ്ങളിൽ തലയിടാതിരിക്കുക. മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹാദൽ ഹദീസു റുബുഉൽ ഇസ്ലാം അലാ മാ ഖാലഹു അബൂ ദാവൂദ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വർത്താനുണ്ട്. ഇതൊരു വല്ലാത്ത വാക്കാണ്. ഇസ്ലാമിന്റെ 4 പൂർണ്ണമാകാൻ ഈ ഒരൊറ്റ ഹദീസ് മതി എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്ത വിധം സമ്പൂർണമായ വാക്കാണ് ഈ വാക്ക്. അനാവശ്യമായ വിഷയങ്ങൾ തലയിടാതിരിക്കുക എന്നത് ഒരു മുസൽമാന്റെ അച്ചടക്കമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എത്ര ഗൗരവമുള്ള വാക്കാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാനവരുകൾ പറഞ്ഞതായി ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തലയിടാൻ പോകുമ്പോൾ നമ്മുടെ ആവശ്യമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അവിടെ കിടക്കുകയാണ്. അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ കിടക്കുന്നു എന്ന് മാത്രമല്ല, അനാവശ്യ കാര്യങ്ങളിൽ തലയിട്ടതിന്റെ പേരിൽ നമുക്ക് പാപഭാരങ്ങൾ കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇഹ്രിസ് അലാ മാ യൻഫഉക. ഓ മുസ്ലിമായ മനുഷ്യ, നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നീ അലച്ചയുള്ളവനാകണം. നീ ചെയ്യുന്ന കാര്യം ഒന്നിരിക്കെ ദുന്യാവില് ഗുണം വേണം, അല്ലെങ്കിൽ ആഖിറത്തില് ഗുണം വേണം. ഇത് രണ്ടുമില്ലാത്ത ഒരു പരിപാടി ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, ഒന്നിരിക്കൽ അവന്റെ മഈശത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഗുണം, അതാണല്ലോ ദുന്യാവുമായി ബന്ധപ്പെട്ട ഗുണം എന്ന് പറയുന്നത്. ഒന്നിരിക്കൽ അത് വേണം നീ ചെയ്യുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ആഖിറത്തിലുള്ള പ്രവർത്തനത്തിന് ഉപകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നി ലഅക്റഹു അൻ അറ അർ-റജുല ഫാരിഗൻ. ഒരു മനുഷ്യൻ ഇങ്ങനെ ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ലാ ഫീ അംരി ദുനിയാഹു വലാ ഫീ അംരി ആഖിറതിഹി. ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അവൻ ദുന്യാവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും വ്യാപൃതനല്ല, ആഖിറത്തിൽ അവന് ഉപകാരമുള്ള കാര്യത്തിനും അവൻ വ്യാപൃതനല്ല. വെറുതെ തൊള്ളയും പൊളിച്ച് ഇങ്ങനെ ഇരിക്കന്നെ. നാ ഇരിക്കുമ്പോഴുള്ള ഒരു മാല ഇരുന്നിട്ട് ഞാനൊരു 4 തസ്ബീഹ് ചെല്ലട്ടെ, അല്ലെങ്കിൽ ഒരു 10 സ്വലാത്ത് ചെല്ലട്ടെ, അറിയാവുന്ന ഒരു സൂറത്ത് ഞാനൊന്ന് ഓതി നോക്കട്ടെ എന്ന് വിചാരിക്കുക ഇല്ല.
അല്ലെങ്കിൽ അവന് ഉപകാരമുള്ള ദുന്യാവിൽ എന്തെങ്കിലും ഉപകാരമുള്ള ഒരു കാര്യം പ്രിയപ്പെട്ടവരെ ഒരാളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സന്ദേശം അയച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നുമില്ലാതെ ഒരാളുടെ സമയം വെറുതെ പാഴാക്കിയിട്ട് ഇരിക്കുന്ന ആ ഇരുത്തം എനിക്കിഷ്ടമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നബി തങ്ങൾ പറയുന്നു, ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ നീ വ്യാപൃതനാകുകയും വലിയ താല്പര്യത്തോടെ പ്രവർത്തിക്കുകയും വേണം. വസ്തഈൻ ബില്ലാഹ്, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അല്ലാഹുവിനോട് സഹായം തേടണം. വലാ തഅജിസ്, നീ ഒരിക്കലും അശക്തനാകരുത്. വഇൻ അസ്വാബക ശൈഉൻ ഫലാ തഖുൽ, നീ ഒരു കാര്യം തീരുമാനിച്ചിട്ട് ഇറങ്ങിയിട്ട് ആ കാര്യം ഫ്ലോപ്പായി പോയാൽ ഫലാ തഖുൽ, നീ പറഞ്ഞു പോകരുത് ലൗ അന്നീ ഫഅൽതു കാന കദാ വകദാ, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ഒരു 10,000 രൂപ വരുമാനം കിട്ടിയിരുന്നു. അന്ന് ഞാൻ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് അത് ചെയ്തു പോയി, ഇന്ന് എനിക്ക് കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ അതൊരിക്കലും പറയരുത്. അതെല്ലാം അല്ലാഹുവിന്റെ ഖദായിലുള്ളതാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നാലാളോട് ആലോചിക്കണം. വശാവിറുഹും ഫിൽ അംർ, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അറിവുള്ള ആളുകളോട് നിങ്ങൾ മുശാവറ ചെയ്യണം. എന്നിട്ട് അതിന്റെ നന്മയും തിന്മയും പ്ലസും മൈനസുമായ കാര്യങ്ങളെല്ലാം വിലയിരുത്തണം. ഒരു കാര്യം തുടങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 10 പ്ലസ് പോയിന്റുകൾ നമ്മൾ എഴുതി വെച്ചു. പിന്നെ നമ്മൾ അതിന്റെ മൈനസുകൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് അത് എഴുതി നോക്കിയപ്പോൾ 11 കാര്യങ്ങളുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ 11 കാര്യമുള്ള ഇത് നമ്മൾ തുടങ്ങാതിരിക്കലാണ് നല്ലത്. നമ്മൾ ആ കാര്യം തുടങ്ങണ്ടയോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ വിലയിരുത്തിയിട്ട് അതിന്റെ നന്മകളെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ചപ്പോ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ദോഷങ്ങളുണ്ട്, അത് വേറെ ഒരു വിഷയമാണ്. പക്ഷെ ഗുണത്തേക്കാൾ കൂടുതൽ ദോഷമാണെങ്കിൽ പിന്നെ നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. ദോഷമില്ലാത്ത ഒരു കാര്യമില്ലല്ലോ. എന്തിനെല്ലാം ഗുണമുണ്ട് അതിലെല്ലാം ശർറുണ്ട്, അങ്ങനെയാണ്. പക്ഷേ ചിലപ്പോൾ ആ ശർറിനേക്കാൾ കൂടുതൽ ഗുണമുള്ളതാണെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളത് ചെയ്യണം. അതുകൊണ്ട് അറിയാവുന്ന ആളുകളോട് ഇതിനെക്കുറിച്ച് മുശാവറ ചെയ്യണം. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, ഖുർആൻ പറയുകയാണ്, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നീ ആലോചന നടത്തി മുശാവറ ചെയ്തു, എന്നിട്ടത് നടത്താൻ തീരുമാനിച്ചാൽ പിന്നെ അല്ലാഹുവിനെ പരമേൽപ്പിക്കണം. അലല്ലാഹ്, അതൊക്കെ പടച്ചോന്റെ അടുത്തുള്ള കാര്യമാണ്. ബിസിനസ് നമ്മൾ തുടങ്ങണമെന്ന് ഉദ്ദേശിച്ച് തുടങ്ങണ്ടേ എന്ന് വിചാരിച്ചിട്ട് ആയുസ് കളയാൻ പാടില്ല. അതിനെക്കുറിച്ച് പഠിച്ച് പ്രിയപ്പെട്ടവരെ നല്ലതാണെന്ന് തോന്നിയാൽ തുടങ്ങുക. പിന്നെ തുടങ്ങാൻ തീരുമാനിച്ചാൽ പിന്നെയുള്ളതെല്ലാം പടച്ചവന്റെ കാര്യം, അല്ലാഹുവിൽ വരമേൽപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ കാര്യം നീ നടത്തിയെടുത്തപ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു വിഷമം സംഭവിച്ചാൽ ഫലാ തഖുൽ, നീ പറഞ്ഞു പോകരുത് ലൗ അന്നീ ഫഅൽതു കദാ കാന കദാ വകദാ, വലാകിൻ നീ പറയണം ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅല, അല്ലാഹു തആല കണക്കാക്കിയതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, അതെല്ലാം നിർവഹിച്ചു കഴിഞ്ഞു. വഇന്ന ലൗ തഫ്തഹു അമല ശൈത്താനി, ഇങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു, അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന നീന്റെ ആ വിലയിരുത്തലില്ലേ, അത് പിശാചിന്റെ ഭാഗത്തേക്കുള്ള വാതിൽ തുറക്കലാണെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പിന്നെയോ മുഅ്മിനായ മനുഷ്യന്റെ ഒരു ഇസ്ലാം പൂർത്തിയായ ഒരു മനുഷ്യന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീ തിന്മ ചെയ്യരുത് എന്ന് മാത്രമല്ല, വേറെ ഒരാൾ തിന്മ ചെയ്യുമ്പോൾ അത് കേട്ട് നിൽക്കാനും പാടില്ല. ഒരാൾ ഇങ്ങനെ വാ പൊളിച്ചാൽ കള്ളം പറയുന്ന ആളാ, അദ്ദേഹം ഉള്ളതും ഇല്ലാത്തതെല്ലാം ഇങ്ങനെ പറയും. ആ പറയുന്നതിന്റെ ഇടയിൽ വേറെ കുറെ ആളുകളെ സംസാരത്തില് ചർച്ചാ വിഷയമായി മാറും. പ്രിയപ്പെട്ടവരെ, എങ്കിൽ അത് കേൾക്കാൻ, അത് കേട്ട് നമ്മൾ നിന്നു കൊടുക്കരുത്. അതും ഒരു തെറ്റാണ്.
ശുദ്ധമായ ഖുർആൻ പറയുന്നു സൂറത്തുൽ ഖസസിന്റെ 55 വൈദാ സമിഉൽ ലഗ്വ അഅറദു അൻഹു വഖാലു ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. വിവരക്കേട് നിങ്ങൾ പറയാൻ പോകരുതെന്ന് മാത്രമല്ല, വേറെ ഒരാൾ വിവരക്കേട് പറയുമ്പോ നിങ്ങൾ പറയണം വേറെ എന്തൊക്കെ തൊഴിലുണ്ട്, എനിക്ക് വേറെ കുറെ പണിയുണ്ട്, ദയവ് ചെയ്ത് ഇപ്പം എനിക്കിത് കേൾക്കാൻ സമയമില്ല, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞു പോകണം. വിശുദ്ധമായ ഖുർആൻ പറയാം മുഅ്മിനായ മനുഷ്യന്റെ അടയാളം വിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഇസ്ലാം പൂർത്തിയായ ഒരാള് അനർത്ഥങ്ങൾ കേൾക്കുമ്പോൾ അവൻ പറയും, അവൻ അതിനെ അവഗണിച്ചു പോകും. വഖാലു അവർ പറയും ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും, ഞങ്ങൾക്കും കുറേ തൊഴിലുണ്ട് നിനക്കും കുറേ തൊഴിലുണ്ട്. വെറുതെ വേറെ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് എന്തിനാ വെറുതെ നമ്മളോട് തെറ്റുകൂട്ടുന്നത്? അതുകൊണ്ട് സലാമുൻ അലൈക്കും, സലാം പറഞ്ഞ് അവൻ പിരിഞ്ഞു പോകുന്നു. ലാ നബ്തഗിൽ ജാഹിലീൻ, വിവരക്കേടുള്ളവരുടെ വർത്തമാനം ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ, അനർത്ഥങ്ങൾ സംസാരിക്കുന്നവരുടെ വാക്കുകൾ അവഗണിച്ചു കൊണ്ടുപോകണം. വേറെ ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വാക്കുകൾ സംസാരിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, വേറെ ഒരാൾ സംസാരിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കാനും പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രത്യേകമായി പറയുകയാണ്. മാത്രമല്ല, മുഅ്മിനായ ഒരു മനുഷ്യന്റെ ഒരു ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു വിശേഷണമാണ് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ഒരാളൊരു നല്ല കാര്യം പറഞ്ഞു തരുമ്പോൾ അത് നല്ലത് ഉൾക്കൊള്ളാനുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളുക. പിന്നെ അതിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ഇങ്ങനെ ചോദിച്ച് അദ്ദേഹത്തെ അങ്ങ് ഇടങ്ങേറാക്കുന്ന ഒരവസ്ഥ അതുണ്ടാകരുത്. അത് മുഅ്മിനായ മനുഷ്യന് ഭൂഷണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ അൻസലൽ ബലാ ഇല്ലാ കസറത്തുസ് സുആൽ. ഇന്നാകെ ഇതേ ഉള്ളൂ. സോഷ്യൽ മീഡിയ അങ്ങ് തുറന്നു നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, ഏത് അണ്ടനും അടകോടനും എന്തും ചോദിക്കാം. അതാണ് ഇന്നത്തെ ഒരു ലോകം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിന്റെ ബാലപാഠം പോലും പഠിച്ചിട്ടില്ലാത്ത അലിഫ് മുതൽ അറബിയുടെ അക്ഷരമാല ഫുള്ളായി ഒന്ന് ഓതാനോ വായിക്കാനോ പ്രിയപ്പെട്ടവരെ ചൊല്ലാനോ കഴിയാത്ത ആളുകൾ പോലും വിശുദ്ധമായ ഖുർആനിന്റെ പരിഭാഷ എടുത്ത് നോക്കിയിട്ട് ഖുർആനിനെ ഇസ്ലാമിനെ വിമർശിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധമായ ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ലോകത്തെ വിഭാവനം ചെയ്യുന്ന, അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിനെ കുറിച്ച് സമഗ്രമായി 10, 15, 20 കൊല്ലം കിതാബുകളുടെ മുമ്പിൽ ഭജനമിരുന്ന ഉസ്താദുമാര് പണ്ഡിതന്മാര് പറയുന്ന വാക്കുകളെ പ്രിയപ്പെട്ടവരെ വക്രീകരിച്ചും അതിനെ കൊച്ചാക്കിയുമൊക്കെ നിരന്തരമായി വായുതോരാതെ പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആവശ്യമുള്ളത് മാത്രമാണ് ചോദിക്കേണ്ടത്, നന്മയുള്ളതെല്ലാം നമുക്ക് സ്വീകരിക്കാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിശദീകരണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ട് വിരോധമില്ല. പക്ഷേ ഒരാളെ തകർക്കാൻ വേണ്ടി, അദ്ദേഹത്തെ ഉത്തരം മുട്ടിക്കാൻ വേണ്ടി, പ്രിയപ്പെട്ടവരെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അപ്രസക്തമാക്കുന്നതിന് വേണ്ടി വളരെ കൂടുതൽ ചോദിച്ച് ഇടങ്ങേറാക്കാൻ പാടില്ല. അനാവശ്യ ചോദ്യങ്ങൾ വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ അൻസലൽ ബലാ ഇല്ലാ കസറത്തുസ് സുആൽ. ഈ സമൂഹത്തിന് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ കൂടുതൽ ചോദ്യം കൂടുതലായതുകൊണ്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. വിശുദ്ധമായ ഖുർആനിൽ ഒരു സംഭവം ഉണ്ടല്ലോ. ഒരു നാട്ടില് പ്രിയപ്പെട്ടവരെ, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിൽപ്പെട്ട ഒരാള് വലിയ ഒരു മുതലാളിയായ ഒരാളെ കൊലപ്പെടുത്തി. എന്തിനാണ്? അയാൾക്ക് മക്കളില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മക്കള് അദ്ദേഹത്തെ കൊലപ്പെടുത്തി. കാരണം അയാൾ മരിച്ചാൽ അനന്തരം കിട്ടാനുള്ളത് നമുക്കല്ലേ. പക്ഷെ ഈ കൊലപാതകം നടത്തിയ ആള് ആരാണ് എന്ന് കണ്ടുപിടിക്കണമെന്ന് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പരാതിപ്പെട്ട്, പഠിച്ചവനെ, ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്, അത് അറിയാൻ എന്താണ് മാർഗം? അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, ഒരു പശുവിനെ അറുക്കാൻ പറ.
എന്തൊരു തമാശയാണ്. മരിച്ചുപോയ ഒരാളെ കണ്ടെത്താൻ ഇനി അടുത്ത ഒരു മൃഗത്തെ കൂടി കൊല്ലണമെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനിടയിൽ ഒരു ലോജിക്ക് ഇല്ലാതെ പോയി. പക്ഷെ അള്ളാഹു താലയാണ് ഇത് പറയുന്നത്. അള്ളാഹു പറഞ്ഞെന്താണ്? ഒരു പശുവിനെ അറുത്തിട്ട് ആ പശുവിന്റെ വാല് മുറിച്ചിട്ട് ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയില്ലേ, അയാൾ അടിക്കണം. അപ്പോൾ പറയും ആരാണ് ഈ മനുഷ്യനെ കൊലപ്പെടുത്തിയത് എന്ന്. പക്ഷെ ആ പശുവിനെ അറുക്കണമെന്ന് പറഞ്ഞപ്പോ അവർ നിരന്തരമായി ചോദിച്ചു. ആ പശുവിന്റെ കളർ, ആ പശുവിന്റെ വെള്ളം, അതിന്റെ കൊമ്പ്, അതിന്റെ തൊലി, അതിന്റെ കുളമ്പ്, അതിന്റെ ആയം, അതിന്റെ വലുപ്പം, അതിന്റെ തൂക്കം എന്ന് പറഞ്ഞിട്ട് ആ പശുവിനെ കുറിച്ച് അങ്ങ് ചോദിച്ചപ്പോ അള്ളാഹു പറയാതിരുന്നോ? ഇല്ല, വിശാലമായി അള്ളാഹു താല വിശദീകരിച്ചു. അതുകൊണ്ടാണ് ഫാത്തിഹ സൂറത്തിന്റെ ശേഷം വരുന്ന അധ്യായത്തിന് സൂറത്തുൽ ബഖറ, പശു അധ്യായം എന്നതിന് പേര് കിട്ടിയത്. ഈ ചരിത്ര പ്രാധാന്യമുള്ള സംഭവത്തെ വിവരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആ സൂറത്തിലാണ്. ഈ വിവരണത്തെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അവസാനം പൊന്നിന്റെ കളറുള്ള ഒരു പശുവിനെ നിങ്ങൾ അറുക്കണമെന്ന് ഖുർആൻ പറഞ്ഞപ്പോൾ നാടുനീളെ പ്രിയപ്പെട്ടവരെ അവര് നോക്കിയിട്ട് ഒരു പശുവിനെ കണ്ടെത്തി. പക്ഷേ ആ പശുവിന്റെ വിലയോ, അദ്ദേഹം ആവശ്യപ്പെട്ടത് പശുവിന്റെ തൂക്കത്തിൽ സ്വർണ്ണക്കട്ടി നൽകണം, എന്നാൽ ഈ പശുവിനെ നൽകാം. അങ്ങനത്തെ ഒരവസ്ഥയുണ്ടായി. അതേസമയം പശുവിനെ അറുക്കണം, എന്നിട്ട് അതിൻ്റെ വാല് മുറിച്ച് മരിച്ചു കിടക്കുന്ന വ്യക്തിയെ അടിക്കണം എന്ന ഒരൊറ്റ കായികയിൽ പ്രിയപ്പെട്ടവരെ അവൻ നിന്നിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടാകുമായിരുന്നില്ല. അവസാനം ഈ കൊലപാതകത്തെ കണ്ടുപിടിക്കാൻ പ്രിയപ്പെട്ടവരെ ആ പശു വാങ്ങുകയും ആ പശുവിൻ്റെ അത്രയും വിലയ്ക്ക് സമൂഹത്തിന്റെ കാശ് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇതാണ് ഖുർആൻ പറയുന്നത്, ഇൻ തുബ്ദലക്കും തസൂഖും. കൂടുതൽ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചടങ്ങേറാക്കിയാൽ അതിനെക്കുറിച്ചെല്ലാം വിശദീകരണം നൽകും. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാതെയാകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ഒഴിവാക്കണം. ഇത് ഒരു ക്വാളിറ്റിയുള്ള മുസൽമാന്റെ അടയാളമാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. പിന്നെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നു, ഒരു മുഅ്മിനായ മനുഷ്യന്റെ, ക്വാളിറ്റിയുള്ള മുസ്ലിമായ മനുഷ്യന്റെ അടയാളമാണ് വേറെയുള്ള ആളുകളുടെ കുടുംബ ജീവിതത്തിലേക്ക് നാം വലിഞ്ഞു കയറാൻ പാടില്ല. കുടുംബ ജീവിതമാകുമ്പോൾ അവിടെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ നമ്മൾ അതിലേക്ക് കയറി അഭിപ്രായം പറഞ്ഞ് നമ്മൾ ഇടപെട്ട് പ്രിയപ്പെട്ടവരെ അവത് വഷളാക്കാൻ പാടില്ല. ഒരാളുടെ രഹസ്യമായ കാര്യങ്ങളെ നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരരുത്. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇജ്തനിബൂ കസീറൻ മിനൽ ദന്നി ഇന്ന ബഅദൽ ദന്നി ഇസ്മുൻ. ജനങ്ങളെ, നിങ്ങൾ മറ്റുള്ള ആളുകളെ കുറിച്ച് മിഥ്യയായ ധാരണകളൊന്നും വെച്ച് പുലർത്തരുത്. നിങ്ങൾ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ധാരണകളിലെ അതിൽ ചിലതെല്ലാം തെറ്റാണ്, പാപമാണ്. വലാ തജസ്സസൂ. ഒരാളെയും നിങ്ങൾ ചർവണത്തിന് വിധേയമാക്കരുത്, അവനെ അങ്ങേയറ്റത്തെ പരിശോധനയ്ക്ക് വിധേയമാക്കരുതെന്ന് പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. വലാ യഗ്തബ് ബഅലുകും ബഅലാ. നിങ്ങൾ മറ്റു ചില ആളുകളെ പരദൂഷണം പറയരുത്. പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നു, അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതാ. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ അറുത്തിട്ട് അവന്റെ പച്ചമാംസം തിന്നാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഫകരിഹ്തുമൂ. നിങ്ങൾക്കത് തിന്നാൻ കഴിയില്ല. നിന്റെ സുഹൃത്തിനെ പച്ചയായിട്ട് അവന്റെ മാംസത്തെ ശരീരത്തിൽ നിന്ന് കൊത്തി വലിച്ചു തിന്നാൻ നിനക്ക് കഴിയുമോ? ഖുർആൻ ചോദിക്കുന്നു, ഫകരിഹ്തുമൂ. കഴിയില്ലല്ലോ. എന്നാൽ അതിന് സമാനമാണ് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ പരദൂഷണം പറയുന്നതെന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന കാര്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ഉള്ളതായാലും ശരി ഇല്ലാത്തതായാലും ശരി, തന്റെ സഹോദരന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുക എന്നതാണ് പരദൂഷണം എന്ന് പറയുന്നത്. ഒരാൾ ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, അയാൾ പറയുന്ന കാര്യം കളവാണെങ്കിലോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കളവായാൽ കള്ളം പറഞ്ഞതിന്റെ കുറ്റവുമുണ്ട്,
പരദൂഷണം പറഞ്ഞതിന്റെ കുറ്റവുമുണ്ടെന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമലുകൾ വേറെ ആളുകൾക്ക് കൊടുക്കേണ്ടി വരും. നാളെ മഹ്ശറിൽ ചെല്ലുമ്പോൾ എത്രത്തോളം എന്നറിയുമോ? വേറെ ഒരാളെ കുറിച്ച് പരദൂഷണം പറഞ്ഞ് നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഈ ദുനിയാവിൽ വെച്ച് അത് പൊരുത്തപ്പെടിക്കാൻ നമുക്ക് അവസരമുണ്ടായിട്ടില്ലെങ്കിൽ, പടച്ചവനെ, നമ്മുടെ ചുറ്റുഭാഗത്ത് ആളുകൾ കൂടി വന്നു നിൽക്കുന്നു. എന്നിട്ട് അല്ലാഹുവിനോട് പറയുന്ന, റബ്ബേ, എനിക്ക് ഈ മനുഷ്യനിൽ നിന്ന് കുറെ കിട്ടാനുണ്ട്. പരിശോധന നടത്തുമ്പോ അതെല്ലാം സത്യമാണ്. ഗീബത്ത് പറഞ്ഞതിന്റെ പേരിലാണ്, പരദൂഷണം പറഞ്ഞതിന്റെ പേരിലാണ്. പക്ഷേ കൊടുക്കാനുള്ള ഗീബത്ത് പറഞ്ഞ വ്യക്തിയുടെ അമൽ നോക്കുമ്പോ ഒന്നുമില്ല. അയാൾ നിസ്കരിച്ചോ നോമ്പതോ നോറ്റതോ അല്ലെങ്കിൽ സ്വതക്ക ചെയ്തതുമായ ഒരു സംഗതിയുമില്ല. അവസാനം അള്ളാഹു ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? എന്നാ ഒരു കാര്യം ചെയ്യും, നിന്റെ പാപ്പക്കെട്ട് ഇവന്റെ തോളിൽ വെച്ച് കൊടുക്ക്, നീ തൽക്കാലം പോ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട്, പ്രിയപ്പെട്ടവരെ, ഇവൻ ആരെക്കുറിച്ചാണ് ഗീബത്ത് പറഞ്ഞതെങ്കിൽ അവന്റെ പാപഭാരമെടുത്ത് ഇവന്റെ കഴുത്തിൽ കെട്ടി ആ മനുഷ്യനെ സുരക്ഷിതനായി വിട്ടേക്കുമെന്ന് ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. വേറെ ഒരാളെ കുറിച്ച് പരദൂഷണം പറഞ്ഞാൽ അത് പൊരുത്തപ്പെടണമെങ്കിൽ, പ്രിയപ്പെട്ടവര്, ആ മനുഷ്യനെ കണ്ട് ഹയാത്തിൽ തന്നെ ഇന്നാലെന്ന വിഷയം ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അയാൾ അതെല്ലാം ഉൾക്കൊണ്ടിട്ട് ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് പറയുന്നത് വരെ അല്ലാഹു തആല പാപം വെറുക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അപ്പോൾ ഒരാൾ ചോദിച്ചു, നബിയെ, നാം ഒരാളെ കുറിച്ച് പരദൂഷണം പറഞ്ഞു പോയി, അദ്ദേഹത്തെ കുറിച്ച് പൊരുത്തപ്പെടിക്കാൻ ഇപ്പോൾ അവസരമില്ല, അയാൾ മരണപ്പെട്ടു, ഇനി എന്താ ചെയ്യാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹുവേ, നീ അയാളെ സ്വർഗത്തിൽ കടത്തണേ, നീ അദ്ദേഹത്തെ സ്വർഗത്തിൽ കടത്തണേ എന്ന് പറഞ്ഞിട്ട് ദ്വാരിക്കണം. അല്ലെങ്കിൽ അയാൾ സ്വർഗത്തിൽ പോകാൻ അമലില്ലാതെ വന്നാൽ അദ്ദേഹത്തിന്റെ പാപം എടുത്ത് നിന്റെ കഴുത്തിൽ ചാർത്തും, അയാളെ അല്ലാഹു തആല ഫ്രീ ആക്കി വിട്ടുപോകും. അതുകൊണ്ട് നീ ഗൗരവത്തോടെ ആ കാര്യത്തെ ശ്രദ്ധിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ചില ആളുകളുണ്ട്, 5 വക്ത് നിസ്കരിക്കും, തൊട്ടടുത്ത കടയിൽ പോകും, അങ്ങോട്ട് ഇരുന്ന് ഒരു ചായ ഓർഡർ ചെയ്യും, അതിനോടൊപ്പം ഒരു പുട്ടെടുക്കും. എന്നിട്ട് പിന്നെ അമേരിക്ക മുതൽ നമ്മുടെ ഈ പോരൂക്കര വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ചർച്ചയാണ്. അതിന് പള്ളി ഉണ്ടാവും, മദ്രസ ഉണ്ടാവും, ഉസ്താദ് ഉണ്ടാവും, മുഖ്യമന്ത്രി ഉണ്ടാവും, പ്രധാനമന്ത്രി ഉണ്ടാവും, എല്ലാ ആളുകളും ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ അമലുകൾ. മഹാന്മാരായ ചില ഉലമായിനെ കുറിച്ച്, ചില സൂഫിയായ പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ രസാവഹമായ ചരിത്രങ്ങൾ കാണാൻ കഴിയും. യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു കുറെ ആളുകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി, തന്റെ ശത്രുക്കളായ ആളുകൾ, അവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് നല്ല ഭക്ഷണം കൊടുത്തു, അവർക്ക് ഇഷ്ടമുള്ള എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, ഭക്ഷണം കഴിച്ചിട്ട് ഒരല്പനേരം ഓരോടിങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞല്ലോ, ഉസ്താദ്, ഞങ്ങൾ നിങ്ങളെ ശത്രുവാണല്ലോ, എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ഇത്രയും നല്ല സ്വാദിഷ്ടമുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നത് എന്താ? അപ്പൊ മഹാനവരുകൾ പറഞ്ഞ എന്താ അറിയോ? നിങ്ങൾ ചെറിയ ആളുകളല്ല, നിങ്ങൾ എന്റെ ആഖിറത്ത് തൊഴിലാളികളാണ്. നിങ്ങൾ എനിക്ക് ആഖിറത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതുകൊണ്ട് നിങ്ങളെ മാന്യമായി സൽക്കരിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് മഹാനവരുകൾ പ്രിയപ്പെട്ടവരെ അവർക്ക് നൽകിയ ഉപദേശം. ഈ വാക്ക് കേട്ടപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ആ മനുഷ്യരെല്ലാം നന്നാകാൻ കാരണമായി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ അമലും ദാനധർമ്മങ്ങളും അതുപോലെ ഹജ്ജും നോമ്പും സകാത്തും വേറെ ഒരാളെ പരദൂഷണം പറഞ്ഞ് അത് കൊടുത്ത് ചെലവഴിക്കരുത് എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലാ യഗ്തബ് ബഅലുകും ബഅലാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹ്. പച്ചയായ മാംസം നിങ്ങൾ ഒരാളെ ശരീരത്തിൽ നിന്ന് കൊത്തി വലിച്ച് തിന്നാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? എന്നാൽ അതുപോലെയുള്ള വൃത്തിയാണ്
നിങ്ങൾ ചെയ്യുന്ന ഈ ചാരവൃത്തി എന്ന് പ്രിയപ്പെട്ടവരെ പരദൂഷണത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് മുസ്ലിമായ ക്വാളിറ്റിയുള്ള ഒരു മുസൽമാന്റെ വിശേഷണത്തെ അള്ളാഹുവിന്റെ റസൂല് വിശേഷിപ്പിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ പറഞ്ഞുപോയ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി ജീവിതത്തെ പുലർത്തി ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ ചില ആളുകൾക്ക് ഒരു ഹോബിയാണ് മറ്റു ചില ആളുകളെ കളിയാക്കുക എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നാലാളുകൾ കൂടിയാടത്ത് വെച്ചിട്ട് ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ വഷളാക്കി കളയും. അത്തരം ആളുകൾ ചിന്തിക്കേണ്ടത്, ഒരാളെ ഒരു സംഘത്തിൽ വെച്ച് വഷളാക്കിയാൽ, പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ഒരു ടൗണിൽ വെച്ച് വഷളാക്കിയാൽ, ഒരു സദസ്സിൽ വെച്ച് വഷളാക്കിയാൽ, അതിനേക്കാൾ ഉത്തമമായ മറ്റൊരു സദസ്സിൽ പ്രിയപ്പെട്ടവരെ അതിനേക്കാൾ വലിയ ഒരവസ്ഥയിൽ അവൻ വഷളാകാതെ ഈ ദുനിയാവിൽ വെച്ച് മരിച്ചു പോവുകയില്ലെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. വലാ തത്തബിഉ ഔറാതിഹിം ഫഇന്നഹു മൻ ഇത്തബഅ ഔറാതിഹിം യത്തബിഉല്ലാഹു ഔറതഹു വമൻ യത്തബിഇല്ലാഹു ഔറതഹു യുഫ്ലിഹു ഫീ ബൈതിഹി. ജനങ്ങളെ മറ്റു ചിലർക്കിടയിൽ വഷളാക്കാനും അവന്റെ രഹസ്യത്തെ വെളിച്ചത്ത് കൊണ്ടുവരാനും ഒക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾ അറിയണം, നീ ഒരു പക്ഷേ നിന്റെ കുടുംബത്തിൽ വെച്ച് തന്നെ അതുപോലത്തെ ഒരവസ്ഥക്ക് പാത്രീഭൂതനാകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് അത് സൂക്ഷിക്കണമെന്ന് പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് നാം ഒരിക്കലും തന്നെ മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന പ്രവർത്തനങ്ങൾ ചെയ്യരുത്. നാം ചെയ്തു പോയ സൽക്കർമ്മങ്ങളെ നശിപ്പിക്കുന്ന ദുഷ്പ്രവർത്തികൾ പ്രിയപ്പെട്ടവരെ നമ്മളിൽ നിന്നുണ്ടാകരുത് എന്ന് ഈ സമയത്ത് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.